തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ആശയവിനിമയം സംഘടിപ്പിച്ചിട്ടുള്ളത്. പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് ഇന്ത്യയിൽ വികേന്ദ്രീകൃതമായ തലത്തിൽ ആസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവശ്യമായ വിഭവങ്ങൾ കൂടി നൽകി താഴെത്തട്ടിലെ വികസന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുമുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ സംസ്ഥാനം ആണ് കേരളം എന്ന വസ്തുത. ഈ നിലയിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിന്, അതുവഴി ഗ്രാമീണ കേരളത്തിൻ്റെ ശാക്തീകരണത്തിന് വാതിലുകൾ തുറന്നു വെച്ചത് എല്ലാ കാലത്തും ഇടതുപക്ഷ ഗവൺമെന്റുകളാണ്. ഒന്നാമത്തെ EMS ഗവൺമെന്റ് മുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വരെയുള്ള ഇടതുപക്ഷ നേതാക്കൾ നേതൃത്വം നൽകിയ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ഈ പ്രവർത്തനത്തിനെ വിപുലപ്പെടുത്താനാണ് സഹായിച്ചിട്ടുള്ളത്. ഇപ്പോഴും പദ്ധതി വിഹിതത്തിന്റെ 25%-ലധികം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ മികച്ച നേട്ടങ്ങൾ ഈ രംഗത്ത് നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികവാർന്ന ദേശീയ മാതൃകയും നമ്മൾ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ മുഖ്യ കേന്ദ്രമായി തദ്ദേശ സ്ഥാപനങ്ങളെയാണ് തെരഞ്ഞെടുത്തതും ഉപയോഗപ്പെടുത്തിയത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ആ നിലയിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനപിന്തുണ എന്ന നിലയിൽ മികവാർന്ന തിരഞ്ഞെടുപ്പ് വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത, ഗവൺമെന്റ് എന്തു ചെയ്തു എന്നൊരു ചോദ്യം പൊതുവെ ചോദിക്കപ്പെടുന്നില്ല. അത്രയേറെ നാനാവിധങ്ങളായ വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് നടത്തുകയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അവർ ഈ ഗവൺമെന്റിനെ വിലയിരുത്തുന്നത്. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്നത്തെ ലോകത്ത് സാമൂഹ്യ സുരക്ഷയിൽ നിന്നുള്ള ഭരണകൂട പിന്മാറ്റമാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ അടിത്തറയായി മാറുന്നത്. സാമ്പത്തിക തകർച്ചയുടെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഒഴിവാക്കപ്പെടുന്നത് സാധാരണക്കാരന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അത്തരം ആനുകൂല്യങ്ങളാണ്. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, അക്കാര്യത്തിലാണ് കേരളം ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയത്. നമ്മുടെ സർവീസ് പെൻഷന് ചിലവാക്കുന്ന തുകയ്ക്കടുത്ത് ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി ഈ സംസ്ഥാനം ചിലവഴിക്കുകയാണ്. 156 ലക്ഷം വയോജനങ്ങൾക്ക് ഇതിന്റെ ഗുണം കിട്ടുകയാണ്, സാധാരണക്കാർക്ക് ഇതിന്റെ ഗുണം കിട്ടുകയാണ്. അതിന്റെ അനുബന്ധമായി നമുക്ക്
വലിയ തോതിൽ നമ്മുടെ പൊതു ഇടങ്ങളെ മെച്ചപ്പെടുത്താനായി. പൊതു ഇടം എന്നത് സമൂഹത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവന് പ്രാപ്യമാകുന്ന ഒരിടമാണ്. പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പൊതുവിതരണ സമ്പ്രദായം അത് സമൂഹത്തിൽ ദുർബലരായവരെ സഹായിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ മികച്ച ഇടപെടലാണ്. ആ മേഖലയിൽ നിന്നുള്ള പിന്മാറ്റമാണ് ഇന്നത്തെ സാമൂഹ്യഘടനയുടെ പരിമിതിയും സവിശേഷതയും. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ കാലത്തും നമുക്കിങ്ങനെ ചിലത് ചെയ്യാം നന്മയുടെ വഴിയിലേക്ക് എന്ന് തെളിയിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തത്. വിദ്യാഭ്യാസ മേഖലയുടെ ജനാധിപത്യവൽക്കരണം എന്ന പ്രക്രിയ ഒരു 2 പതിറ്റാണ്ട് മുമ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട് കേരളം. വിദ്യാഭ്യാസ ഘടന കയ്യെത്താ ദൂരത്ത് പ്രാപ്യമാണിവിടെ. പക്ഷേ അതിന്റെ ഗുണമേന്മയെ സംബന്ധിച്ചുള്ള സംവാദങ്ങളും കുറവുകളെ കുറിച്ചുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിനെ അതിജീവിക്കാനായതാണ് ഇന്ന് കേരളീയ വിദ്യാഭ്യാസ ഘടനയുടെ ഏറ്റവും വലിയ മികവ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പരിമിതിയെ വിമർശിച്ചവർ ഇന്ന് ആ മുന്നേറ്റത്തെ അംഗീകരിക്കുന്നുണ്ട്. മഹാമാരിയുടെ മുന്നിൽ കേരളത്തിന്റെ മികവാർന്ന ആരോഗ്യ സംവിധാനം ഏറ്റവും വലിയ മാതൃകയും മികച്ച അംഗീകാരം നേടുന്ന തരത്തിലേക്ക് ഉയർന്നതുമായി മാറ്റാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. പൊതുവിതരണ രംഗത്താകട്ടെ ഒരാളും ഈ കേരളത്തിൽ പട്ടിണി കിടക്കുന്നില്ല. അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം ഈ കാലം ജീവിത സൗകര്യങ്ങളുടെ പരിമിതി, തൊഴിലവസരങ്ങളുടെ കുറവ് ഇവയെല്ലാം ഉള്ള ഒരു കാലമാണ്. അതിൻ്റെ ഒന്നും ആഘാതമേൽക്കാതെ, പരിക്കേൽക്കാതെ നമ്മുടെ കുടുംബങ്ങളെ പരിരക്ഷിക്കുക എന്ന നിലയിൽ ഭക്ഷ്യധാന്യങ്ങളും ഇതര ഭക്ഷ്യവിഭവങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനായി. ഇവിടെ കാർഷിക രംഗത്തെ മുന്നേറ്റത്തിന്റെ തുടർച്ചയിൽ നമുക്ക് പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും തറവില നിശ്ചയിക്കാനായി താങ്ങുവില കൊടുത്തു വാങ്ങുന്ന പച്ചക്കറികൾ വില കുറച്ച് സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുമായി വളരെയേറെ ശ്രദ്ധേയമായ മാതൃകകളാണ്. അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൽ അപ്രാപ്യം എന്ന് കരുതിയത് നിരാശയോടെ മലയാളി തിരിഞ്ഞു നിന്ന, ഇനിയൊന്നും മുന്നോട്ട് പോകാനാവില്ല എന്ന തലത്തിൽ ചിന്തിച്ച ഒരു കാലത്തെ അഭിമുഖീകരിക്കാൻ നിശ്ചയദാർഢ്യത്തോടുകൂടി നല്ല മുൻകൈയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ബഹുജനാഭിപ്രായം രൂപീകരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1960 മുതൽ നിലനിൽക്കുന്നതാണ് ശക്തമായ ഒരു ഇടതുപക്ഷ വിരുദ്ധ കൂട്ടായ്മ. ആ മുന്നണി ഒരു ചെറുകാലത്ത് മാത്രമാണ് ചെറിയ ശൈഥില്യമുണ്ടായത്. പക്ഷെ ഇപ്പോ അതിന്റെ ഇന്നത്തെ പ്രതിരൂപമായ UDF തകർച്ചയിലേക്ക് പോയി. കേരള കോൺഗ്രസ് എം പോലെയുള്ള പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തി UDF വിട്ടു. നേരത്തെ ശ്രീ വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ലോക് താന്ത്രിക് ജനതാദൾ UDF വിട്ടിട്ടുണ്ടായിരുന്നു.
കോൺഗ്രസും ലീഗും എന്നതിൽ ഒതുങ്ങുന്ന ഒരു UDF ആയി ചുരുങ്ങി. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അനുദിനം ദുർബലമാവുകയാണ് കോൺഗ്രസ് പാർട്ടി. ആഭ്യന്തര ശൈഥില്യമുണ്ട്. BJPയെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സംഘടനാപരമായ ദൗർബല്യമുണ്ട് എന്ന് അതിൻ്റെ നേതാക്കൾ തന്നെ നമ്മുടെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കൂടി അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പരസ്യമായി പറയുന്നതും വിമർശിക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. കോൺഗ്രസ് പാർട്ടിക്ക് ഒപ്പം പിന്നെ ലീഗാണ്. നമ്മുടെ രാഷ്ട്രീയ ഘടനയിൽ അധികാരം ഉപയോഗിച്ച് വർഗീയത പ്രചരിപ്പിച്ച, ശക്തിപ്പെടുത്താൻ ശ്രമിച്ച പാർട്ടിയായിരുന്നു ലീഗ്. ഇപ്പോഴവർ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താൻ മതമൗലികതാവാദ ശക്തികളുമായി സന്ധി ചെയ്യുകയാണ്. അതിന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കാനേ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് സാധിക്കുന്നു. ഇത്തരം വിഷയങ്ങളിലെ വലിയ തോതിലുള്ള ചാഞ്ചാട്ട മനോഭാവം കേരളത്തിലും തുടരുകയാണ്. ദേശീയ തലത്തിൽ സംഘപരിവാർ പിന്നിൽ നിന്നും നിയന്ത്രിക്കുന്ന BJP, അതിന്റെ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻഗണനയിൽ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിനെ സഹായിക്കുന്ന ഞങ്ങൾക്കപ്പുറത്ത് സമൂഹത്തെ ശത്രുതാപരമായി ഭിന്നിപ്പിക്കുന്ന നിലപാടുകൾക്ക് മുന്തിയ പരിഗണന കിട്ടിയ ഈ കാലത്ത് അവരുടെ അത്തരം പ്രവർത്തനങ്ങളെ എതിർക്കുന്നതിന് പകരം ആ നിലപാടുകൾക്കെതിരായി വ്യക്തതയുള്ള സമീപനവുമായി മുന്നോട്ടു പോകുന്ന, അതിനായി ജനങ്ങൾ അണിനിരത്തുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്ന നിലയിലുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. BJPക്ക് ഒപ്പം BJPയുടെ അതേ സ്വരത്തിൽ സംസാരിക്കുന്ന, അതേ വിചാരധാരയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. കേന്ദ്ര അധികാരം ഉപയോഗിച്ച് കേരളത്തിലെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കാൻ വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്ന ഒരു സന്ദർഭമാണിത്. ഭരണഘടനയുടെ ഫെഡറൽ മൂല്യങ്ങൾക്ക് വിഘാതമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് സംബന്ധിച്ചെല്ലാമുള്ള ഭരണഘടനാ തത്വങ്ങളുണ്ട്. കേന്ദ്ര ഏജൻസികൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റിന് ഉപയോഗിക്കാനുള്ള ഒരായുധമല്ല, രാഷ്ട്രീയ ഉപകരണമല്ല. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണമാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക, ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ പോലും കേസിൽ കൊടുക്കാനാകുമോ എന്ന് ആലോചിച്ച് അതിനു വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും താഴ്ന്ന നിലവാരത്തെയാണ് കേന്ദ്ര BJP ഗവൺമെന്റ് ഈ പ്രവർത്തനത്തിലൂടെ രേഖപ്പെടുത്തിയത്. അതിന്റെ നിശബ്ദ സാക്ഷികളാണ് കേരളത്തിലെ UDF നേതൃത്വം എന്നതിനപ്പുറം അതിനൊപ്പം നിൽക്കുന്നു എന്ന അപകടം ഇന്ന് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുകയാണ്. BJPക്ക് വേണ്ടിയാണ് ഇവിടെ UDF എന്ന് നിലവിരുന്നത്. അപകടകരമാണ്. അമിത്ഷാ ഈ ദിവസങ്ങളിൽ നമ്മുടെ ബംഗാൾ സന്ദർശിച്ചു. അവിടെ അധികാരത്തിലേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ച അമിത്ഷാ വരുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ വന്നു.
ഇപ്പോഴവിടെ അധികാരത്തിലിരിക്കുന്ന TMCയും BJPയും തമ്മിലുണ്ടാക്കിയ ബന്ധത്തിൽ നിന്നാണ് ബംഗാളിൽ അധികാരം പിടിക്കാനാകുമോ എന്നിടത്തേക്ക് ഇപ്പോൾ അമിത്ഷാ നീങ്ങുന്നത്. തമിഴ്നാട്ടിലെ DMKയുമായുണ്ടായിരുന്ന സൗഹൃദത്തെ തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാനും സ്വാധീനമുറപ്പിക്കാനുമുള്ള വഴി ഉണ്ടാക്കാനാകുമോ എന്ന നിലയിലേക്ക് വളർത്താൻ ഇപ്പോൾ BJP കേന്ദ്ര ഗവൺമെന്റിന് ഉപയോഗിച്ച് ശ്രമിക്കുന്നത് തൊട്ടു മുന്നിൽ കാണുകയാണ്. പല സംസ്ഥാനങ്ങളിലും നടന്ന അട്ടിമറികളും നാം കണ്ടു. അത് കോൺഗ്രസിന്റെ ദൗർബല്യമായിരുന്നു. കേരളത്തിലേക്ക് നേരെ വന്നിട്ടില്ല. ശ്രമങ്ങൾ നേരത്തെ നടത്തി, വേണ്ടത്ര വിജയിക്കാതെ പോയതാണ്. ഇപ്പൊ കേന്ദ്ര ഏജൻസികളെ മുന്നിൽ നിർത്തി ഈ പരിശ്രമം നടത്തുക, ജനങ്ങളെ അണിനിരത്തി ജനാധിപത്യ രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിലും അവകാശത്തിലും കയ്യേറി ഇവിടെ ഭരണത്തെ അട്ടിമറിക്കാനും ആ നിലയിൽ വികസനം തകർക്കാനും ഒക്കെ നടത്തുന്ന പരിശ്രമങ്ങളെ സെലക്റ്റീവായ തരത്തിൽ അധികാര സംവിധാനത്തെ ദുർവിനിയോഗം ചെയ്ത് മുഖ്യമന്ത്രിക്ക് നേരെ പോലും നീങ്ങാനുള്ള ഈ നീക്കങ്ങളെ ചെറുക്കാനുള്ള ജനകീയ പ്രതിരോധം, പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഏറ്റവും മികവാർന്ന രൂപത്തിൽ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും പരിരക്ഷിച്ച് പ്രാന്തവൽക്കരിക്കപ്പെട്ടവർക്ക് മുന്തിയ പരിഗണന നൽകി സംസ്ഥാനത്തിന്റെ സ്ഥായിയായ വികസനത്തിന് അടിത്തറ പണിത് അപ്രാപ്യമായത് എന്ന് തോന്നിയിടത്തു നിന്ന് അത് സാധ്യതമാണ് എന്ന് ഉറപ്പാക്കി എല്ലാ മനുഷ്യനും കരുതലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഒരു തുടർ ഭരണം കേരളത്തിൽ വരണം എന്നുള്ള നിലയിൽ ജനാഭിലാഷൻ രൂപപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അണിനിരന്ന് ഇന്നത്തെ ഇന്ത്യയിൽ വ്യത്യസ്തതയുള്ള ഒരു ഭരണം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന് ഒരു തുടർ വിജയ സാധ്യതയുടെ അടിത്തറ കൂടി ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് രൂപപ്പെടുത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പുതിയ സംഭവങ്ങൾ ഇപ്പോൾ പോലീസ് ആക്ട് ഭേദഗതി ഇത് സംബന്ധിച്ച് എന്താണ് CPM-ന്റെ പുതിയ നിലപാട്, LDF-ന്റെ നിലപാട് എന്താണ്? ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോയി നിയമസഭ ചർച്ച ചെയ്യട്ടെന്ന് എടുത്തു ചാടി സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു എന്ന് പാർട്ടി ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് ജാഗ്രത കുറവുണ്ടായിരുന്നു. നമ്മള് ഇന്നലെ കേരളത്തിൽ വലിയ തോതിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ട്. കേരളത്തിന് പുറത്തും നമ്മുടെ സമൂഹത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ ആ കാര്യം ഇപ്പൊ വ്യക്തമാക്കി കഴിഞ്ഞു. ഉയർന്നു വന്ന സതുദ്ദേശപരമായ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ അക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിലെ ലിബറൽ മനോഭാവമുള്ള ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഗവൺമെന്റ് എടുത്ത
സതുദ്ദേശപരമായ ഒരു തീരുമാനത്തിൽ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചാൽ സ്വാഭാവികമായും അത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ആശങ്കകൾ അകറ്റുക എന്നതാണ് ഉത്കൃഷ്ടമായ ജനാധിപത്യ മാതൃക. ആ ഉത്കൃഷ്ടമായ ജനാധിപത്യ മാതൃകയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയ പാർട്ടിയാണ് CPM. ഇപ്പോൾ ഇത്തരം ഒരു മാധ്യമ മാരണ നിയമം വളരെ തിരക്ക് പിടിച്ച് നടപ്പാക്കേണ്ട എന്ത് സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്നത്? അല്ല, കേന്ദ്ര ഗവൺമെന്റുകൾ വിവിധ സന്ദർഭങ്ങളിൽ സ്വീകരിച്ച ജനാധിപത്യ വിരുദ്ധ നിലപാടുകളുണ്ട്. മാരകമായ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മാരകമായ നിയമം നമ്മുടെ നാട്ടിൻ്റെ മിസ, DIR. അപ്പൊ കരുതൽ തടങ്കൽ നിയമം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അത്തരം നിയമങ്ങൾക്കെതിരായി, അത്തരം നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് ഇടതുപക്ഷക്കാർക്കെതിരായിട്ടാണ്. അത്തരം നിയമങ്ങൾക്കെതിരായ ശക്തമായ സമരങ്ങളുടെ ചരിത്രമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടേത്. ഇന്ത്യയിലെ മൗലികാവകാശവുമായി ബന്ധപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം AK ഗോപാലൻ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് മദ്രാസാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മൗലികാവകാശത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിപ്രായ രൂപീകരണത്തിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിപ്പിച്ച ഇടപെടലായിരുന്നു അത്. ആ കേസിന്റെ കോടതി വിധിയും അതിന്റെ ന്യൂനപക്ഷ വിധിയുമുണ്ട്. പിൽക്കാലത്ത് ആ ന്യൂനപക്ഷ വിധിയുടെ ഉള്ളടക്കത്തോട് സാദൃശ്യമുള്ള, അതിൽ നിന്ന് ഉപോത്ബലകമായ തലത്തിൽ മൗലികാവകാശം സംബന്ധിച്ചുള്ള നിയമം, കോടതിയുടെ അഭിപ്രായം കേശവാനന്ദ ഭാരതി കേസിൽ വരികയുണ്ടായി. അപ്പോ അതൊരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ സ്വാഭാവിക നീതി എന്നുള്ള നിലയിൽ വളർന്നു വന്ന കാര്യമാണ്. DIR-ൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലടയ്ക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. കേരളത്തിലെ 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട CPIM MLA-മാരിൽ ഭൂരിപക്ഷം പേർ ജയിലിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മിസ അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറസ്റ്റ് വൽക്കരിച്ച് ജയിലിൽ പോയത്, പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇടതുപക്ഷക്കാരെയാണ്. സഖാവ് പിണറായി വിജയനും സഖാവ് കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ. അല്ല, അത് അപ്പൊ അത് വ്യക്തമാണല്ലോ, കാര്യം വ്യക്തമാണ്. ഇതിന്റെ ഇരകൾ എല്ലാ കാലത്തും ഇടതുപക്ഷക്കാരായിരുന്നു. ആ ഇടതുപക്ഷക്കാർ ഇരകളായപ്പോൾ അതിന്റെ വേദനയും ഞങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അറിയുക. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നിയമം അനിവാര്യമായി വരുന്ന ഒരു നിയമം പ്രാവർത്തികമാക്കുമ്പോൾ പോലും അത് ദുർവിനിയോഗം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന വിമർശനം വന്നാൽ അത് പരിശോധിച്ച് അതിനനുയോജ്യമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശരി. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. CPM ഇത് ചർച്ച ചെയ്യാത്തത് കൊണ്ടാണോ മുഖ്യമന്ത്രിക്ക് ഇത് തിരുത്തേണ്ടത്? ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ അത് വന്നതിന് ശേഷമാണ് തിരുത്തൽ വന്നത്. സർക്കാർ ഏകപക്ഷീയമായിട്ടാണോ ഇത്തരം ഒരു തീരുമാനമെടുത്തത്? പാർട്ടിയോട് ആലോചിക്കുന്നത്. ഇപ്പോൾ എന്ത് അനിവാര്യതയാണ് ഉണ്ടായത്? ഇത്തരം നിയമങ്ങളുടെ അനിവാര്യത ഉള്ള ചില അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് പ്രതിപക്ഷം ഉയർന്ന വാദം, ഈ തെരഞ്ഞെടുപ്പ് വരുന്നു, സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇറക്കിയ ഒരു ഓർഡിനൻസ് ആണ് എന്നാണ് പ്രതിപക്ഷമല്ല പൊതുസമൂഹം തന്നെ പറയുന്നത്. പൊതുസമൂഹത്തിന്റെ കുത്തക പ്രതിപക്ഷത്തിന് കൊടുക്കണ്ട, അത് വേണ്ട.
നമ്മളിവിടെ ഒരു നിയമം, ഒരു ഓർഡിനൻസ് ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അതിന്റെ അവ്യക്തതകളെ സംബന്ധിച്ചും ദുർവിനിയോഗ സാധ്യതയെ സംബന്ധിച്ചും നല്ല മനുഷ്യർ ചില ആശങ്കകൾ ഉയർത്തുന്നു. ആ ആശങ്കകൾ ഗവൺമെന്റ് പരിശോധിക്കുന്നു, ആ ആശങ്കകൾ പാർട്ടി പരിശോധിക്കുന്നു. എല്ലാ കാലത്തും ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPIM, കേരളത്തിലെ ഗവൺമെന്റ്, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് ഇന്ത്യൻ സമൂഹത്തിൽ നിർവഹിക്കുന്ന നല്ല മാതൃകകൾക്ക് ഒരിക്കലും ക്ഷതമേൽക്കാതിരിക്കാനുള്ള ജാഗ്രത, ആ നിലയിൽ വളരെ ശരിയായ തീരുമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും സ്വീകരിച്ചിട്ടുള്ളത്. പ്രോപ്പറായിട്ട് ആലോചിക്കുക, CPM പ്രോപ്പറായിട്ട് ആലോചിക്കാതെയാണോ CPM നയരൂപീകരണം സ്വീകരിച്ചിരുന്ന ഒരു വിഷയത്തിൽ സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നത്? പാർട്ടി നേരത്തെ ഓർഡിനൻസ് വരുന്നതിന് മുമ്പ് ഇത് കൃത്യമായി പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ലേ? നമ്മള് ഇപ്പൊ തൊട്ടു മുന്നിൽ എടുത്ത തീരുമാനം നിലനിൽക്കുന്നുണ്ട്, അവിടെ നിന്നാ മതി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം അറിഞ്ഞിരുന്നു, അംഗീകാരം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ വന്ന ഓർഡിനൻസുമായി ബന്ധപ്പെടുത്തി ഒരു നിയമം വരികയാണ്. ആ നിയമം വരുമ്പോൾ നിയമത്തെ സംബന്ധിച്ച് ഒരു ആശങ്ക നമ്മുടെ സമൂഹത്തിലുണ്ടായി. നിയമം വരാനിടയ ഒരു സാഹചര്യമുണ്ട് സമൂഹത്തിൽ. ഇവിടെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഉത്തരത്തിൽ നിന്ന് പോകുന്നു, യഥാർത്ഥത്തിൽ പാർട്ടി അറിഞ്ഞോ അല്ലെങ്കിൽ പാർട്ടി ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം ഒരു ഓർഡിനൻസ് വന്നതെന്നാണ് നേരിട്ടുള്ള ചോദ്യം. നിങ്ങൾക്ക് ഞങ്ങളെ പാർട്ടിക്ക് എതിരായിട്ട് ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യത്തിന് അതേ ഉത്തരം ഇതാ എന്ന് പറഞ്ഞ് നമുക്ക് തരുമോ? അങ്ങനെ ഉണ്ടാവുമോ? ഈ വസ്തുതയെ വിശദീകരിക്കില്ല. ഒക്ടോബർ 21-നാണ് ഈ തീരുമാനം മന്ത്രിസഭ കൈക്കൊള്ളുന്നത്. ഒക്ടോബർ 26-ാം തീയതി CPIയുടെ മുഖപത്രം അവരുടെ എഡിറ്റോറിയലിലൂടെ ഈ ആവശ്യം ഉന്നയിച്ചാണ് ആശങ്കകൾ പരിഹരിക്കണം. മാധ്യമ പ്രവർത്തകർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക്, സമൂഹത്തിൽ വിവിധ കോണുകളുടെ ആശങ്കയുണ്ട്. അന്ന് ഒക്ടോബർ 26 അതിനുശേഷം ഗവർണർ അംഗീകരിച്ച് 2 ദിവസമായിട്ടുള്ളൂ. ഇത്രയും സമയം ഉണ്ടായിരുന്നു, 1 മാസം ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ഈ ആശങ്കകൾ ആ ഘട്ടത്തിൽ പരിഗണിച്ചില്ല? നിയമമായ ശേഷം പിൻവലിക്കേണ്ട ഒരു ഗതികളിലേക്ക് സർക്കാർ എത്തിച്ചേർന്നു. ഇതില് ഗതികേടിന്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആകെ രൂപപ്പെട്ടു വരുന്ന അഭിപ്രായങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നിയമത്തിനൊരു ഉദ്ദേശശുദ്ധി ഉണ്ട്, അത് നമ്മൾ നിരാകരിക്കേണ്ട. ഞാനിപ്പോ ആ ഉദ്ദേശശുദ്ധിയുടെ ഭാഗങ്ങളെ 1-ാം ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് അത് സംബന്ധിച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നതിനല്ല ഇപ്പൊ നമ്മൾ ശ്രമിച്ചത്. ഒരു ഉദ്ദേശശുദ്ധി അതിലുണ്ട്, പക്ഷേ അതിന്റെ പ്രയോഗം വരുമ്പോൾ ദുർവിനിയോഗ സാധ്യതയുണ്ട് എന്ന വിമർശനം വരുന്നു. വിമർശനം വന്നാൽ, അഭിപ്രായങ്ങൾ വന്നാൽ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ എന്താ ചെയ്യാ? അതിനെ മാനിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും എന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനിച്ചിടത്തുനിന്ന് ആ നല്ല കാര്യം നടക്കുമ്പോൾ പിന്നെ അതിൽ നമ്മൾ ഒരല്പം ഉപ്പ് കൂട്ടണം. നിങ്ങളുടെ MP P. രാജീവ്, അദ്ദേഹം രാജ്യസഭയിൽ ഇതിനു വേണ്ടി വാദിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിമർശനത്തിൽ സംസാരിച്ച ആളാണ്. ആ P. രാജീവ് ഉൾപ്പെടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ തീരുമാനം അറിഞ്ഞിരുന്നു എന്നുള്ള ഒരു ക്ലിയർ ചോദ്യമാണ് ചോദിക്കുന്നത്. പാർട്ടി അറിഞ്ഞാണോ സർക്കാർ ഈ ഓർഡിനൻസ് കൊണ്ടുവന്നത്, അതോ പാർട്ടി അറിയാതെ പാർട്ടിയെ മറികടന്നാണോ ഈ തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്? ഇപ്പോൾ തിരുത്തിയത് ഓക്കെ, അത് ജനകീയ വികാരം വന്നപ്പോൾ നിങ്ങൾ തിരുത്തി, അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇല്ലയോ നമ്മുടെ ചോദ്യം താർക്കിക പ്രാധാന്യമാണ്. തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിൽ നിൽക്കുന്നു, അപ്പോൾ ഇങ്ങനൊരു വിവാദം ഉണ്ടാകുക, നിരവധി വിവാദങ്ങളിൽ പെട്ടു നിൽക്കുകയാണ് സർക്കാർ. അപ്പൊ അതും ഒരു പ്രശ്നമല്ലേ ശരിക്കും? ഒരു ഗവൺമെന്റ് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിലെ ഉൽപ്പതിഷ്ണുക്കൾ, ലിബറൽ ചിന്താഗതിയുള്ളവർ അവരൊരു ആശങ്ക പ്രകടിപ്പിച്ചാൽ, അത് ചൂണ്ടിക്കാണിച്ചാൽ ഗവൺമെന്റ് അതിനനുസരിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുക എന്നത് ഏറ്റവും മഹനീയമായ ജനാധിപത്യ രീതിയാണ്. അത്തരം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാലോ, അതിൽ തെറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോ ഈ എങ്കിൽ
എന്നൊരു ചോദ്യത്തിന് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം. പാർട്ടിയിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്മാറ്റം തന്നെ വേണ്ടി വരില്ല. ഇപ്പോൾ ഒരു ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു ആശങ്ക പാർട്ടിക്കും സർക്കാരും ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൂടെ? മറ്റൊന്ന്, ഇത് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു ബോധ്യം സർക്കാരിനുണ്ടായെന്ന് വിചാരിക്കാമല്ലോ. മറ്റൊന്ന്, CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും CPM-ന്റെ പല കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഉൾപ്പെട്ട ഒരു ബോഡിയാണ് സംസ്ഥാന മന്ത്രിസഭ. ആ മന്ത്രിസഭയിൽ ഈ വിഷയം വന്നപ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ പോയതാണോ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയപ്പെടാതെ പോയതാണ്? എന്താ പറ്റിയത്? ഈ ഉൽപ്പതിഷ്ണുക്കൾ ആരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇല്ലെന്നാണോ? ഏറ്റവും ശരിയായ ഒരു തീരുമാനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അവിടെ നിന്നാ മതി. പക്ഷെ നിങ്ങളുടെ ദേശീയ തലത്തിൽ നിങ്ങൾ വല്ലാതെ പരിഹാസ്യരായി പോയി. സീതാറാം യെച്ചൂരി പോലും നിങ്ങൾ എടുത്ത തീരുമാനം തെറ്റാണെന്ന് പരസ്യമായി പറയുന്നു. നിങ്ങളെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച പ്രശാന്ത് ഭൂഷൺ നിങ്ങൾക്കെതിരെ പരസ്യമായി സാധാരണ ജനങ്ങളുടെ വികാരം മനസ്സിലാവുന്നില്ല. പൊതുവായി CPM ലീഡർഷിപ്പ് നാഷണൽ ലെവലിൽ പോലും ഏതാണ്ട് BJPക്ക് സമാനமான രീതിയിലേക്ക് ചർച്ച വരുന്നു. അവിടെയാണ് നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യം. കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും എഡിറ്റോറിയലാണ് ഈ വിഷയം. ആ ഒരു തലത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ മുന്നില് സതുദ്ദേശപരമായി നമ്മളൊരു വിഷയത്തെ സംബന്ധിച്ച് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ നല്ല കാര്യത്തിൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാവാനിടയുള്ള പരിമിതികളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചാൽ അതുകൂടി പരിഗണിച്ച് ഒരു തീരുമാനം എടുക്കുക എന്നത് ഒരു നല്ല മാതൃകയാണ്. ആ നല്ല മാതൃക സ്വീകരിച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് അന്വേഷിച്ച് പോയി അത് നിഷ്പ്രയോജനം എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതൊരു ഗുണമുള്ള അന്വേഷണമല്ല. പരിശോധിക്കട്ടെ കാരണം ഇനി 3-4 സർക്കാർ കാലാവധി ഒന്നും തുടക്ക സർക്കാരല്ലേ ഇത്രയും കാലം അവസാന കാലത്ത് വന്നതോട് ഇത്രയും ഒരു ഇടതുപക്ഷം നയപരമായ തീരുമാനത്തിൽ പോലും നിൽക്കാൻ പറ്റാത്ത തീരുമാനം വന്നത് അത് പരിശോധിക്കപ്പെടേണ്ടത്. പാർട്ടിയോട് ആലോചിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു അബദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല മാതൃക സ്വീകരിക്കാൻ വേണ്ടി ഒരു തെറ്റായ തീരുമാനം എടുക്കേണ്ടിയിരുന്നു. നമുക്ക് ഈ വിഷയത്തിലെ സംവാദം ഇവിടെ അവസാനിപ്പിക്കാം. സംവാദമല്ല, അങ്ങനെ സതുദ്ദേശപരം എന്ന് പലവട്ടം പറഞ്ഞു. എന്തായിരുന്നു ഈ സതുദ്ദേശം? ഈ ഓർഡിനൻസിലെ സതുദ്ദേശം എന്താണ്? ജനങ്ങൾക്ക് പിന്നെ അഭികാമ്യമായ എന്തെങ്കിലും കാര്യമാണ് അതോ ഗവൺമെന്റിനാണ്? എന്തായിരുന്നു സതുദ്ദേശം? അല്ല, അത് നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാവുന്നില്ല. അത് അവർക്ക് മനസ്സിലാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. മറ്റത് നമുക്ക് അതിന്റെ സതുദ്ദേശമൊക്കെ എല്ലാ കേരളീയ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. എങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടതാണ്, നമുക്കൊക്കെ വിഷമമുണ്ടായതാണ്. അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. നമ്മളതിൽ മറ്റൊരു തരത്തിൽ കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആശയപ്രചരണത്തെ ദുർവിനിയോഗം ചെയ്യുന്നതിന് നമ്മളെല്ലാം സാക്ഷികളായി. സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളുടെ ആവർത്തനങ്ങൾ ഒഴിവാക്കുക എന്ന സതുദ്ദേശം ഉണ്ടാവും. പക്ഷേ നിയമം പ്രയോഗത്തിലേക്ക് വരുമ്പോൾ ആശങ്കകളും ഉണ്ടാവും. അപ്പോൾ ആശങ്കകൾ രൂപപ്പെട്ടാൽ ആ ആശങ്കകളുടെ അടിത്തറ പരിശോധിക്കണം. പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം. അതിൽ തിരുത്തലുകൾ ഗവൺമെന്റ് വരുത്തിയതിൽ വിഷമമുള്ള ചിലരുണ്ടാവും. അവരുടെ കൂട്ടത്തിൽ നിങ്ങളാരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. സമൂഹ മാധ്യമങ്ങളിലെ മതി, ഇതിൽ മതി. ഇത് മതി. ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഒരു വിഷയത്തില് നമ്മുടെ നിലപാടാണല്ലോ നമ്മൾ പറയുക. ആ നിലപാട് നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്ന് വ്യത്യസ്തമായൊരു നിലപാട് ഞാൻ പറയണം എന്നുള്ള നിലയിൽ ചോദ്യം ചോദിച്ചിട്ട് ഞാനത് പറയില്ല. ഈ നിലപാട് വ്യക്തതയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ നിയന്ത്രിക്കാന്നാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓർഡിനൻസിൽ അത് കൃത്യമായി പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് അങ്ങനെ ഒന്നും പറയാതെ ഒരു ഓർഡിനൻസ്, അതുകൊണ്ടാണ് സംശയം. ഇനി സംശയം ബാക്കിയുണ്ട്. അല്ല, UDF-ന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് UDF ആദ്യം APCC പ്രസിഡന്റ് ഇറക്കിയത് മുദ്രാവാക്യം അഴിമതിക്കെതിരെ ഒരു വോട്ടുണ്ട്. ഇപ്പോൾ അവർ ആ മുദ്രാവാക്യം വിട്ടിട്ട് മറ്റൊരു മുദ്രാവാക്യം പിടിക്കും. LDF ഇന്ന് പ്രകടന പത്രിക ഇറക്കാൻ പോകും. അപ്പോൾ
UDF എന്ത് മുദ്രാവാക്യമാണ് ഉയർത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പിന്മാറ്റത്തെ എങ്ങനെ കാണും? അല്ല, UDF ആ മുദ്രാവാക്യം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചാൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പരിഹാസ്യമായ മുദ്രാവാക്യമാണ്. 5 കൊല്ലം അധികാരത്തിലിരുന്ന UDFിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ഇപ്പോൾ അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട് നിയമ നടപടിക്ക് വിധേയനാവുകയാണ്. നമ്മുടെ ഒരു UDF MLA വലിയ കോടിക്കണക്കിന് രൂപയുടെ പണത്തട്ടിപ്പ് നടത്തി ഇപ്പോ നിയമ നടപടിക്ക് വിധേയനായിരിക്കുന്നു, ജയിലിലാണ്. UDF നേതാക്കൾക്ക് നേരെ, UDF പ്രതിപക്ഷ നേതാവിന് നേരെ പോലും അഴിമതി സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ആവർത്തിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും പരിഹാസ്യമായ മുദ്രാവാക്യമാണ് അഴിമതിക്കെതിരായിട്ട് UDF എന്ന് പറയുന്നത്. LDF ഗവൺമെന്റിലെ ഒരു മന്ത്രിക്കെതിരായും ആ നിലയിലുള്ള ഒരു ആക്ഷേപം, രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരായി ആ നിലയിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കാനാവില്ല. LDFിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രകടന പത്രിക ഇന്ന് വൈകുന്നേരം അത് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ അപ്പോൾ LDF നേതാക്കന്മാർ വിശദീകരിക്കും. ഈ ബിജു രമേശ് എന്നൊരു പുതിയ ആക്ഷേപം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ ബാർ കോഴയിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ പിണറായി വിജയനെ KM മാണി നേരിട്ട് പോയി കണ്ടതിന് ശേഷമാണ് കേസ് പിന്നോട്ട് പോയത് എന്ന ബിജു രമേശിന്റെ ആക്ഷേപത്തെയാണ്. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞ പല ആക്ഷേപങ്ങളും ഇടതുപക്ഷവും ഓൺ ചെയ്ത് അന്വേഷണത്തിനടക്കം ഉത്തരവിട്ട സാഹചര്യത്തിലാണ്. കേസുകളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇടപെടുന്ന വിഷയം ഒരു കേസിലുമില്ല. അത്തരമൊരു പ്രവർത്തന രീതി മുഖ്യമന്ത്രിക്കുമില്ല. നിയമം അതിൻ്റെ സ്വതന്ത്രമായ നടപടിക്രമങ്ങളിലൂടെ ശരിയായ ദിശയിലൂടെ ഉള്ള അന്വേഷണത്തിലൂടെ സത്യം കണ്ടെത്താൻ, അതിൽ തെറ്റു ചെയ്തവർ നിയമാനുസൃതമായ നടപടികൾക്ക് വിധേയമാവാൻ പര്യാപ്തമായ തരത്തിലുള്ള അന്വേഷണമാണ് LDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിട്ടുള്ളത്. രാഷ്ട്രീയ പക്ഷപാതിത്വത്തിൻ്റെതായ ഒരിടപെടലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യങ്ങളിലില്ല. അദ്ദേഹത്തിന്റെ ഒരു കാര്യം നേരത്തെ നമ്മൾ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അത് ബാർക്കോഴ അപ്രസക്തമായ കേസാണ്, അതിന് പ്രസക്തിയില്ല, അതെല്ലാം എഴുതി തള്ളിയതാണെന്ന് ജോസ് കെ മാണി LDFിലേക്ക് വരുമ്പോൾ അങ്ങ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ബാർക്കോഴയിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ പ്രതിപക്ഷ ഉൾപ്പെടെ അതിനെ പോവുകയാണ്. അപ്പോൾ ബാർക്കോഴ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ്? ബാർക്കോഴ കേസ് അങ്ങനെ കേസുണ്ടോ അതോ അതൊരു ഫേക്ക് കേസായിരുന്നു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തോട് എനിക്ക് പ്രതികരിക്കാനും കഴിയില്ല. അല്ല, ബാർക്കോഴ കേസ് പ്രസക്തമാണ്. പ്രസക്തമാണോ? ഇപ്പോൾ പ്രസക്തമാണോ ബാർക്കോഴ കേസ്? അല്ല, ആ ചോദ്യത്തിന്റെ ഒന്നാം ഭാഗം ഇല്ലാത്തൊരു കാര്യമാണ്. ഇല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒന്നാം ഭാഗം ചോദിച്ചിട്ട് രണ്ടാം ഭാഗത്തിന് ഉത്തരം എന്ന് പറയുമ്പോൾ ഒന്നാം ഭാഗം തന്നെ തെറ്റ്, പിന്നെ എങ്ങനെയാണ് രണ്ടാം ഭാഗത്തിന് ഉത്തരം? അങ്ങയുടെ സൗണ്ട് ബൈറ്റ് ആണ് നമ്മൾ ഉൾപ്പെടെ എടുത്താൽ അങ്ങ് നമ്മളോട് പറഞ്ഞാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല, അങ്ങേക്ക് പറയാം, ഇല്ലെന്ന് പറയാം. അല്ല, ആ ജാതി അത് ബൈറ്റല്ല, അത് ബീറ്റാണ്. പക്ഷെ ഈ ബിജു രമേശ് പറഞ്ഞത് ഇപ്പം നേരത്തെ ആരോപണം ഉന്നയിച്ചു, അതിനുശേഷം കുടിയേരിയും പിണറായിയും ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ പറഞ്ഞു, അതിനുശേഷം ബിജു രമേശ് അതിൽ ഉറച്ചു നിന്നു. എന്നാൽ പിന്നീട് വന്നപ്പോൾ ഈ കേസ് മുന്നോട്ട് താല്പര്യമില്ലാത്ത സമീപനമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാഷ്ട്രീയക്കാരായാലും അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അഴിമതിയോടോ ഇത്തരം കാര്യങ്ങളോടോ ഒരു ആത്മാർത്ഥതയില്ല. അന്നേരത്തെ സൗകര്യത്തിന് വേണ്ടി ഇവരെല്ലാം ഉപയോഗിക്കുന്നു, അതായത് ബിജു രമേശിനെ അടക്കം ഉപയോഗിക്കുന്നു എന്നാണ് ബിജു രമേശ്. അതുകൊണ്ട് ഈ കേസ് ഒന്നും നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് ബിജു രമേശ് പറയുന്നത്. എനിക്കതിൻ്റെ ആ നിലയിൽ ആ പത്രസമ്മേളനം ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം.
ഈ പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നവരുടെ പട്ടികയിൽ ഒരു ഇടതുപക്ഷക്കാരുമില്ല. അത് വളരെ വ്യക്തമായ കാര്യമാണ്. ബാർ മുതലാളിമാരിന്ന് ഈ ലൈസൻസ് ഫീയുടെ പ്രശ്നത്തിൽ, പിന്നീട് ബാർ അടച്ചുപൂട്ടി തുറക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി പണം വാങ്ങി പറ്റിച്ച കാര്യമാണ്. കൃത്യമായ അഴിമതിയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം UDFന്റെ നിലപാടുകൾക്ക് തുല്യമാവുക എന്ന ഭാഗം വരുന്നില്ല. പക്ഷേ കേസ് പിൻവലിക്കാൻ 10 കോടി വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നത് കുറ്റകരമായി അത് കാണുന്നു. ജോസ് കെ മാണിക്കെതിരെയുള്ള ആക്ഷേപം. ജോസ് കെ മാണിക്കെതിരെയുള്ള ആക്ഷേപം അദ്ദേഹം വെളിപ്പെടുത്തിയാണ്. ആര്? ജോസ് കെ മാണി അല്ല, ബിജു രമേശ് പറഞ്ഞത് കേസ് പിൻവലിക്കാൻ ജോസ് കെ മാണി തനിക്ക് 10 കോടി വാഗ്ദാനം ചെയ്തു. ജോസ് കെ മാണിക്കെതിരെ കേസ് എടുക്കുകയോ അന്വേഷണം നടക്കുകയോ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബിജു രമേശ് പറഞ്ഞു. ഇല്ല. പത്രസമ്മേളനത്തിൽ പറഞ്ഞു സാർ. ബിജു രമേശ് പറഞ്ഞത് ഒന്നും കൂടി വായിക്കൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടില്ല. ഞാൻ നേരത്തെ വായിച്ചത് ഇങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹത്തോട് മറ്റൊരാൾ പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചത്. അതെ. അപ്പൊ അല്ല, ഈ ചോദ്യം ചോദിച്ചപ്പോ തന്നെ മനസ്സിലായല്ലോ. അല്ലല്ല, ജോസ് കെ മാണിയുടെ ഓഡിയോ ഉണ്ടെന്നും ജോസ് കെ മാണിയുടെ ഓഡിയോ വിജിലൻസിന്റെ കയ്യിലുണ്ട്. അല്ല, ഇതിലൊക്കെ പ്രശ്നം തരുമോ? പൈസ കൊടുത്തു എന്നതാണ് പ്രധാനം. അവിടെ എന്താ മതി, പൈസ കൊടുത്തതാരാ? പൈസ കൊടുത്തേ പോലെ കേസ്. മറ്റേ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ആരെയും കേസ് എടുക്കലുണ്ടോ? അല്ല, അപ്പൊ KM മാണി ബാർക്കോഴ കേസിൽ ഉൾപ്പെട്ട് പണം വാങ്ങിയതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും വളരെ സ്നേഹപൂർവ്വം ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം നിര്യാതനായി. അതുപോലും മനസ്സിലാക്കാത്ത പത്രക്കാർ ഉണ്ട് എന്നുള്ളത് വളരെ ഖേദകരമാണ്. അദ്ദേഹം നിര്യാതനായതിന്റെ സഹാവിഷയം നിങ്ങൾ നിലപാട് മാറ്റിയതാണ് ചോദ്യം. അദ്ദേഹം നിര്യാതനായതല്ല ചോദ്യം. നിര്യാതനായ ഒരാളെ കുറിച്ചുള്ള സംവാദമില്ല സമൂഹത്തിൽ. ഈ സമൂഹത്തിന് ചില സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിലെ ചില മാന്യതകളുണ്ട്. അതെല്ലായ്പ്പോഴും നമ്മളെല്ലാം കരുതി കാത്തു സൂക്ഷിച്ചു പോന്നിട്ടുള്ളതാണ്. അത് ഒരാള് കഥാവശേഷനായി, അദ്ദേഹം ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല, നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഗുണദോഷ വശങ്ങളുണ്ടാവും. നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ല. ഇപ്പൊ അപ്രസക്തമായ ഒരു ചർച്ചയാണത്. പക്ഷെ വിജിലൻസ് അന്വേഷിക്കാൻ പോകുന്നു. വിജിലൻസ് അന്വേഷിക്കുന്നത് എന്താ? അതിനകത്ത് ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ആരോപണം നിങ്ങളെ ചോദ്യം ഒന്ന് വളച്ച് അല്ല, ഒന്ന് തിരിക്കാം എന്ന് കരുതണ്ട. അതുമല് എനിക്കുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് സംബന്ധിച്ചുള്ള നിലപാട് ഞാൻ വ്യക്തമാക്കി. പിന്നെ നമുക്ക് അത് സംബന്ധിച്ച് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അത് ബിജു രമേശ് തുടർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് വിജിലൻസ് അന്വേഷിക്കുന്നു. പക്ഷെ ഒറിജിനൽ കേസ് ഉണ്ടോ ഇല്ലയോ എന്നൊരു പ്രശ്നമല്ലേ? അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. അല്ല, ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് നമുക്ക് അന്വേഷിക്കാം. ഇപ്പൊ വരുന്ന ഒരു വാർത്ത, ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്ത് വീട് കണ്ടുകെട്ടാൻ ഇനി തീരുമാനിച്ചു എന്നാണ്. അനധികൃതമായ സ്വത്ത് സമ്പാദനം വഴിയാണ് ആ വീട് ഉണ്ടാക്കിയത്. പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ വീടാണ്. അല്ല, അത് സംബന്ധിച്ച് ഞാനൊരു നിലപാട് വ്യക്തമാക്കേണ്ടതില്ല. പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ സഖാവ് കോടിയേരി അക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വളരെ സുവ്യക്തമായ തരത്തിൽ നിലപാട് നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് കാര്യങ്ങൾ. എന്തെങ്കിലും ഉണ്ടോ? എല്ലാ കാര്യത്തിലും കൃത്യം മറുപടി കിട്ടിയില്ലേ? അതല്ല, CPM വളരെ വ്യക്തമായ ഉന്നതമായ നിലപാടുകൾ പുലർത്തിയിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ അവരുടെ നിലപാടിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അദ്ദേഹം മറുപടി പറയുന്നു. എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മള് വളരെ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് നമുക്ക് സമൂഹത്തിലെ ജനങ്ങൾ അറിയണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെല്ലാം ചോദിച്ചത്. അതിൽ ഞാൻ നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതേസമയം നമുക്ക് നമ്മുടെ നിലപാടുകളാണ് പറയാൻ കഴിയുക. ആ നിലപാടുകൾ പറയാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലപാടുകളാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. അനുപമ ജി നായർ നന്ദി പറയും.